മക്കളെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു ഹെൽത്തി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. ഈ ചൂട് സമയത്ത് നമുക്ക് കഴിക്കാൻ ദാഹവും ക്ഷീണവും ഒക്കെ മാറും. അതുപോലെ തന്നെ നോയമ്പ് മുറിക്കുന്ന സമയത്ത് കഴിക്കാനും ഒക്കെ നല്ലൊരു ടേസ്റ്റി ഹെൽത്തി ഡ്രിങ്കാണ്. അതുപോലെ തന്നെ പെട്ടെന്നൊരു വിരുന്നുകാർ നമ്മുടെ വീട്ടിൽ വരുമ്പോഴൊക്കെ നമ്മുടെ വീട്ടിലെ ലഭ്യമാകുന്ന വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി ഡ്രിങ്കാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആദ്യം ഒരു കസ്കസ് 1 ടേബിൾ സ്പൂൺ എടുത്ത് വെള്ളത്തിൽ കുതിർത്ത് വെക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ കസ്കസ് എന്ന്. കസ്കസ് ഇല്ലാത്ത കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് കുതിർക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ അടച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർക്കും കേട്ടോ. അത് കുതിർന്ന് വരുമ്പം കൂടുതൽ ലാർജ് ക്വാണ്ടിറ്റി കാണും. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം പ്രധാനമായിട്ട് വേണ്ടുന്നത് പാലാണ്. ഇത് 3 ഗ്ലാസ് ഡ്രിങ്കിനായിട്ടൊരു 1/2 ലിറ്റർ പാലാണ് ഞാൻ തിളപ്പിക്കാൻ വെച്ചത്. എന്നിട്ടിത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം ഇതിൻ്റെ അടിക്ക് സൈഡിലൊക്കെ പറ്റി പിടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി. പിന്നെ ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ 3 ടീസ്പൂണാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ചേർക്കാൻ മധുരം. ഞാനിപ്പം 1 ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഈ പഞ്ചസാരയും ചേർത്ത് നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ ഈ സൈഡിലൊക്കെ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണെന്ന്. എന്നിട്ട് നന്നായിട്ട് തിളച്ച് നമ്മുടെ പാല് തണ്ട വന്നിട്ടുണ്ട്. തിളച്ച് കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇറക്കരുത് കേട്ടോ. പാല് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് നേരം വെച്ച് ഒരു 20 മിനിറ്റെങ്കിലും വേവിക്കണമെന്നാണ് പറയാറ്. പക്ഷേ എങ്കിലും വേവിച്ച് എടുത്തിട്ടുണ്ട് നമ്മൾ. എന്നിട്ടൊരു ബൗളിലേക്ക് ഇത് മാറ്റുകയാണ്. ബൗളിലേക്ക് മാറ്റി ഇതൊന്ന് തണുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ച് ചെറുതായിട്ട് നമുക്കൊന്ന് തണുപ്പിച്ചെടുക്കണം. നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഫ്രിഡ്ജിലേക്ക് മാറ്റി തണുത്തതിന് ശേഷം നമ്മളിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. കാരണം അതിനകത്ത് ഇടവില്ലാത്തതുകൊണ്ട്. അപ്പോൾ പിന്നെ ഈ നമ്മുടെ ഡ്രിങ്കിനൊരു കളർ കിട്ടാൻ വേണ്ടി ഞാൻ റോസ് സിറപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. ഇച്ചിരി കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു കളറും ഒരു മണവും ഒക്കെ കിട്ടും, ഫ്ലേവറും ഒക്കെ കിട്ടാൻ വേണ്ടിയാണ്. കാണുന്നവർക്കൊരു അട്രാക്ഷൻ കിട്ടും. കളർ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അട്രാക്ഷൻ കിട്ടാൻ വേണ്ടി നമ്മളിത് ചേർത്തന്നേ ഉള്ളൂ. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് തണ്ണിമത്തങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തണ്ണിമത്തങ്ങ എന്ന് പറഞ്ഞാൽ വളരെ ഹെൽത്തിയാണ്. വൈറ്റമിനും മിനറൽസും ധാരാളം അടങ്ങിയിട്ടുള്ളതാണ്. അതുപോലെ പാല്, പ്രോട്ടീൻ, കാൽസ്യം എല്ലാ വൈറ്റമിൻസിനും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഹെൽത്തി ഡ്രിങ്ക് അല്ലേ. അപ്പോൾ നമ്മൾ ഇത് ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ പീസസായിട്ട് കുടിക്കുമ്പോൾ നമുക്കൊന്ന് കടിക്കാനും കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ ഈ പാലിലേക്ക്, അങ്ങ് തണുത്ത പാലിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു 100 ഗ്രാമോളം കണക്കാക്കി ബദാം പരിപ്പ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് മുമ്പേ തന്നെ നമ്മൾ കസ്കസിനകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്തായിരുന്നു കേട്ടോ. അത് 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ. നമ്മൾ ഇഷ്ടത്തിന് ചേർക്കാം. പിന്നെ ബാക്കി നമുക്ക് മുകളിൽ ഗാർണിഷ് ചെയ്യാനായിട്ടും വെക്കാമല്ലോ. അപ്പോൾ ഇതങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാം പരിപ്പും ഹൈ പ്രോട്ടീനാണ്, നാരാണ്. അപ്പം നമ്മുടെ ഹെൽത്തി ഡ്രിങ്ക് അല്ലേ. അപ്പോൾ നമ്മൾ ബദാം പരിപ്പ് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതിലേക്ക് അതേ അളവിൽ തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പും ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു 100 ഗ്രാമോളം കാണും അണ്ടിപ്പരിപ്പും ചേർത്ത്. അപ്പം നമുക്ക് മൊത്തത്തിൽ ഹെൽത്തി ഡ്രിങ്ക് ആണോ, ഇതൊരു നേരത്തെ ഭക്ഷണമായിട്ട് ഉപയോഗിക്കാമല്ലോ. അപ്പം നല്ലൊരു ഹെൽത്തി ടേസ്റ്റി ഡ്രിങ്കാണ്. ഇത് കൂട്ടി ഇളക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം. കുറച്ച് ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ കൂട്ടി ഇളക്കിയിട്ട് നമ്മൾ സെർവിൻ ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് കൂട്ടി ഇളക്കിയതിന് ശേഷം പെട്ടെന്ന് സെർവിൻ ഗ്ലാസ്സിലേക്ക് മാറ്റി. അപ്പോൾ കണ്ടില്ലേ മക്കളെ, നമ്മുടെ ഹെൽത്തി ഡ്രിങ്ക് അല്ലേ. ഒരു നേരത്തെ ഭക്ഷണമായിട്ട് ഉപയോഗിക്കും. വിശപ്പും അടങ്ങും, ദാഹവും അടങ്ങും. ഇതായാലും ഒരു ഗ്ലാസ് കുടിച്ചാൽ നമുക്ക് വിശപ്പും പോയി, ദാഹവും പോയി. അപ്പോൾ നമ്മൾ നോയമ്പ് മുറിക്കുന്ന സമയത്തായാലും ഈ ഒരു ഗ്ലാസ് കുടിച്ചാൽ നമ്മുടെ എനർജിയൊക്കെ അന്നത്തെ ഒരു ദിവസത്തെ ക്ഷീണമൊക്കെ മാറി കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്ന മക്കളെ. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക. ഹൈപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്തെങ്കിൽ അമ്മയിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പം കണ്ടില്ലേ മക്കളെ, ഞാനിത് കുടിക്കുകയാണ് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ്. ഇനി എനിക്ക് മധുരം കഴിക്കാൻ പറ്റില്ല, എങ്കിലും ഞാൻ ആസ്വദിച്ച് കുടിക്കുകയാണ് കേട്ടോ മക്കളെ. അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും മക്കളെ എല്ലാവർക്കും എൻ്റെ നന്ദി,
നമസ്കാരം കേട്ടോ.